ഷെഫ് പിള്ളയുടെ ഒരുപാട് ചിക്കൻ റെസിപ്പീസ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കറങ്ങി നടപ്പുണ്ടല്ലേ. അതിലൊരെണ്ണം ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് കാണാൻ പോകുന്നത്. ചിക്കനിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകവും തേങ്ങാക്കൊത്തും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കളർ മാറി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വാടി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു 2-3 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇട്ട് വഴറ്റി ഇതിൻ്റെ കളറൊന്നും മാറി ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് വഴറ്റി ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പച്ചമണം മാറിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അടച്ചൊരു 10 മിനിറ്റ് വെക്കാം. ചിക്കനിൽ നിന്നൊന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കാതെ തന്നെ അടച്ചു വെച്ച് ചിക്കൻ നല്ല പോലെ വേവിച്ചെടുക്കണേ. ഇപ്പോൾ ഇത് ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചു വെച്ച ഗരം മസാലയും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഷെഫ് പിള്ളയുടെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി. ഇനി ആവി പറക്കുന്ന നല്ല ചൂട് ചോറും ഈ ചിക്കൻ കറിയും പേരിന് കുറച്ച് അച്ചാറും, ആഹാ കുശാലായി. അപ്പോൾ എല്ലാവരും വേഗം ട്രൈ ചെയ്യുമല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.